Hello, good morning. Good morning, Miss. Good morning, Miss. ഇത്ര പേരെ കേറാറുള്ളോ? നിങ്ങൾക്ക് മോർച്ചറി സർവീസസ് ടീച്ചറല്ലേ എടുത്തത്? അതിന്റെ കുറച്ചെന്തോ ബാലൻസ് ഇല്ല, ടീച്ചർ എടുത്തു തരൂ കേട്ടോ. നമുക്ക് ഇന്ന് ചാപ്റ്റർ 26 സ്റ്റാർട്ട് ചെയ്യാം. ലേബർ റൂം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സെക്ഷൻ ആണ്. നമ്മൾ ഓരോ സെഷനിൽ പഠിച്ചത് എല്ലാം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലേബർ റൂം നമുക്കറിയാം, ഈവൻ ഒരു വുമൺ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനെ കുറിച്ചൊരു കയറിയിട്ടുള്ളവരുണ്ടായിരിക്കാം, ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും അല്ലെ. സോ അതിൽ ഫസ്റ്റ് സെന്റൻസിൽ ലേബർ റൂം റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, OB അല്ലെങ്കിൽ ഒബ്സ്റ്റിക്സ് എന്ന് പറയുന്നത് മിഡ് വൈഫറി അല്ലെങ്കിൽ ടോക്കോളജി എന്ന് വേറൊരു പേരുണ്ട്. ഇതെന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ചൈൽഡ് ബർത്ത് ആൻഡ് കെയർ ഓഫ് ദ മദർ. ശരിയല്ലേ? അവിടെ നടക്കുന്നത് എന്താ? ചൈൽഡ് ബർത്ത് ആണ്. അത് മാത്രമല്ല, ആഫ്റ്റർ ഡെലിവറി, അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ഡെലിവറി, അതിന് ആ സമയത്ത് ഉള്ള അമ്മയുടെ കെയർ. ബേബി വോമ്പിലായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ അമ്മ അല്ലെങ്കിൽ ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ തുടങ്ങി അവരെ ആ അമ്മയാകാൻ പോകുന്നതും അമ്മയായവർക്കും ബർത്തിന് ശേഷവും ആ അമ്മമാരെ കെയർ ചെയ്യുന്നു. ഇതാണ് ശരിക്കും ലേബർ റൂമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Obstetrics and gynecology services are practiced in almost all of the hospital. നമുക്കറിയാം, മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു സർവീസ് അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, അവിടെയൊക്കെ നമുക്ക് അത് നടക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിനുള്ളൊരു സപ്പോർട്ട് അവിടെ നിന്നും കിട്ടാറുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഗൈനക്കോളജിസ്റ്റുകൾ അവരാണ് കൂടുതലായിട്ടും ഇത് ഡീൽ ചെയ്യുന്നത്. ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് വിത്ത് ദി പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്ത് ഉണ്ടാകുന്നതിന്റെ ആ പ്രോസസ് അത് ഡീൽ ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, മെറ്റേണിറ്റി വാർഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടേക്ക് ആദ്യം അവിടെ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. പേഷ്യന്റ് വരുവാണെങ്കിൽ പേഷ്യന്റിനെ ആദ്യം റിസീവ് ചെയ്യും, പിന്നെ എക്സാമിൻ ചെയ്യും, എന്താണ് പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് എക്സാമിൻ ചെയ്ത് ഒരു ഒബ്സർവേഷൻ നടത്തും. അപ്പൊ ഇവിടത്തെ കേസിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് വേണ്ടി വരുന്ന ഒരു മദർ, ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ട് വരുന്ന മദറാണ്. അപ്പൊ മദറിന് അമ്മയാകാൻ പോകുന്നവരെ റിസീവ് ചെയ്യുന്ന ഏരിയ അവരെ എക്സാമിൻ ചെയ്തു. ഈവൻ നമ്മൾ ഗൈനക്കോളജിസ്റ്റിന്റെ റൂമിനകത്ത് കയറുമ്പോൾ തന്നെ അവിടെ ഒരു സൈഡ് ബേർഡ് ഉണ്ടാവും, കർട്ടനൊക്കെ വെച്ച് നല്ല പ്രൈവസി വേണ്ടുന്ന ഒരു സെഷനാണ് ഈ ലേബർ റൂമും. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ബാക്കി പ്രൊസീജിയർ റൂം എല്ലാം തന്നെ എക്സാമിൻ ചെയ്യുന്ന സ്ഥലവും. അപ്പൊ അവിടെ കർട്ടനൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ടാവും, വാഷ് ബേസിൻ ഉണ്ടാവും, സാനിറ്റൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, കോട്ടൺ, ക്ലോത്ത്, ടവൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവിടെ വരുന്ന പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യാം. പേഷ്യന്റിന് കറക്റ്റ് ടൈം ആയിട്ടുണ്ടെങ്കിൽ, ഡെലിവറി ടേം ആയിട്ടുണ്ടെങ്കിൽ, ഡെലിവറി സമയമായിട്ടുണ്ടെങ്കിൽ ഡെലിവറി റൂം ഉണ്ടാകും. അതുപോലെ തന്നെ പ്രീ ഡെലിവറി റൂം, ലൈക്ക് ഡെലിവറി നടക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ടേബിളൊക്കെ ആയിരിക്കും. ചിലർക്ക് ഇങ്ങനെ പെയിൻ വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് പ്രീ ഡെലിവറി റൂമിലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ എക്സാമിൻ ചെയ്ത് നോക്കും, കുട്ടിയുടെ പൊസിഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഡെലിവറി റൂം, ഇപ്പൊ ഡെലിവറിക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം ആഫ്റ്റർ ഡെലിവറി, ഇപ്പൊ അമ്മയും കുഞ്ഞുമായി അല്ലെ, 2 പേരായിട്ടായിരിക്കും. അപ്പൊ അതിനുശേഷം പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം, അവിടെ ഒബ്സർവേഷൻ വെക്കും. എന്റെയൊക്കെ ഒരു കേസിൽ എന്ന് വെച്ചാൽ ICU ആയിരുന്നു. ICUയിൽ കുറച്ചു നേരം, ICU എന്ന് വെച്ചാൽ വാർഡ് പോലത്തെ ICU ഇല്ല, ഇങ്ങനെ സ്ക്രീൻ ഇട്ട് തിരിച്ചിട്ടുള്ള ICU. അവിടെ ഒരു നൈറ്റ്, ഇപ്പം ഈവനിങ് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് മോർണിംഗ് ആണ് നമ്മളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. സിസേറിയൻ ആയിരുന്നു. അപ്പൊ അത്രയും ആ ഒരു ടൈം മുഴുവൻ ഒബ്സർവേഷനിലായിരുന്നു. കുഞ്ഞ് നഴ്സുമാരുടെ കയ്യിലായിരുന്നു. അപ്പൊ ഫീഡ് ചെയ്യാൻ മാത്രം അവർ കൊണ്ടുവരും. പിന്നെ റൂമിലേക്ക് ആവുമ്പോഴേക്കും അമ്മയും കുഞ്ഞിനെയും കൂടെ ഒരുമിച്ചാക്കും. അങ്ങനെയായിരുന്നു. ഇതൊക്കെയാണ്. അപ്പം നമുക്ക് സിമ്പിൾ അല്ലേ, നമുക്ക് അറിയാവുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ ലേബർ റൂം എന്ന് പറയുമ്പോൾ. ലേബർ റൂമിൽ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, എക്സാമിൻ ചെയ്യുന്ന ഏരിയ ഉണ്ട്, പ്രീ ഡെലിവറി ഏരിയ. പ്രീ ഡെലിവറി ഏരിയയിലാണ് ഈ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ്, ഫീറ്റസിലെ അമ്മയുടെ മുമ്പിൽ കിടക്കുന്ന ഫീറ്റസിന്റെ ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യുക, നമ്മളുടെ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് ഈ പ്രീ ഡെലിവറി റൂമിലായിരിക്കും. ഡെലിവറി റൂമിന്റെ തന്നെ സൈഡിലായിട്ടായിരിക്കും.
ഡെലിവറിക്ക് റെഡി ആവുന്നവരെ കൊണ്ടുപോകുന്നതാണ് ഡെലിവറി അല്ലെങ്കിൽ ലേബർ. പിന്നെ അതിനുശേഷം ഒബ്സർവേഷൻ റൂമിലേക്കോ പോസ്റ്റ് ഡെലിവറി സെഷനിലേക്കോ മാറ്റും. ലേബർ റൂമിനെ നമുക്ക് അവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. അടുത്ത പാരഗ്രാഫില് ലേബർ റൂം ഓൾസോ നെയിംഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. ബർത്തിങ് ആണ് BIRTHING. അവിടെ സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഹോസ്പിറ്റലിലെ ബർത്തിങ് യൂണിറ്റ് ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ ചൈൽഡ് ബർത്ത് ആണ് അവിടെ നടക്കുന്നത്. ടേക്സ് പ്ലേസ്. ചൈൽഡ് ബർത്ത് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, is one of the most versatile rooms in the hospital. അതായത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള റൂമാണ് ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് ഈ ബർത്ത് യൂണിറ്റ് അല്ലെങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ചൈൽഡ് ബർത്ത് അല്ലെ. അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാവും. സേഫ് പ്രീ നേറ്റൽ കെയർ, ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നേറ്റൽ കെയർ. ഡെലിവറിക്ക് മുമ്പുള്ള കെയറും കൊടുക്കും, ഡെലിവറി സമയത്തുള്ള കെയർ. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആയിരിക്കും വേണ്ടത്. ആ ഇമ്മീഡിയറ്റ് കെയറും കുഞ്ഞിനും കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ നടക്കും. Pregnant woman will go to the delivery room when she is in the active phase of labor. കറക്റ്റ് ലേബറിന്റെ 3 ടേം ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. 9 months എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടേം. ഫുൾ ടേം ആയി കഴിയുമ്പോൾ അതായത് ആക്റ്റീവ് ആണ്, ഡെലിവറിക്ക് റെഡി ആയി വരുമ്പോഴേക്കും പ്രഗ്നന്റ് വുമണിനെ ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അവിടേക്ക് മൂവ് ചെയ്യും. ലേബറിന്റെ ആക്റ്റീവ് ഫേസിൽ തന്നെ അവിടെയാണ് ബർത്ത് നടക്കുന്നത്. ചിലപ്പോ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ചെറിയ സ്റ്റിച്ച് ഒക്കെ എടുത്ത് പറയില്ലേ, അതാണ് മൈനർ സർജറീസ് ഒക്കെ വരുന്നത്. അഥവാ സിസേറിയൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രീവിയസ് അതിന് വേണ്ടത് എന്തെല്ലാം കെയർ കൊടുക്കണം, അനസ്തീഷ്യ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വരും. അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയേഴ്സും. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ആ സമയത്ത് ഇവര് മോർണിംഗിനായിരുന്നു പ്രിപ്പയർ ചെയ്തത്. തലേ ദിവസം തന്നെ നമ്മൾ ഇത്ര സമയമാകുമ്പോഴേക്കും നമ്മളോട് ഭക്ഷണം എത്ര സമയത്തിനുള്ളിൽ കഴിച്ചു കഴിയണം എന്ന് പറയും. പിന്നെ ഇനിമ തരും. വാഷ് ചെയ്യും, സ്റ്റൊമക്ക് കംപ്ലീറ്റ് വാഷ് ചെയ്യണം. എന്നിട്ട് ഇവർ പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവരുടെ ബൗളൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്തിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ലേബർ ഡെലിവറി റിക്കവർ റൂം LDR എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ഡെലിവറി അവിടെ ലിവറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡെലിവറിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം കേട്ടോ. ലേബർ ഡെലിവറി റിക്കവർ റൂം LDR ആർ ഇൻചാർജ് ഓഫ് അക്കോമഡേറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡെലിവറി ആണ്. ഓക്കെ, ഡെലിവർ പ്രൊവൈഡിങ് മാക്സിമം അഷുറൻസ് ആൻഡ് എഫിഷ്യന്റ് ഒബ്സ്റ്റെട്രിക്കൽ കെയർ. അപ്പൊ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടത് എല്ലാ കെയറും, അതിന് വേണ്ടത് എല്ലാ ഷുവർട്ടി, ഒരു ഉറപ്പ് തരും നമുക്ക് എല്ലാ കെയറും LDR റൂം, ആ റൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഫെസിലിറ്റിയും എല്ലാ കെയറും നമുക്ക് അവൈലബിൾ ആണ്. ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ LDRനെ LDRT എന്നാണ് അറിയപ്പെടുന്നത്. LDR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേബർ ഡെലിവറി റിക്കവറി. അതായത് അമ്മയുടെ ഡെലിവറി കഴിയും, അത് കഴിഞ്ഞിട്ട് റിക്കവറി, അതിനുശേഷമുള്ള സർവീസസ് എല്ലാം കൊടുത്ത് റിക്കവറി സെക്ഷനിലേക്ക് മാറ്റും. ചില ഹോസ്പിറ്റലുകളിൽ അത് LDRT എന്നാണ് പറയുന്നത്. L എന്ന് പറഞ്ഞാൽ ലേബർ, D ഡെലിവറി, R റിക്കവറി, പോസ്റ്റ് പാർട്ടം. ഡെലിവറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് പാർട്ടം. പലപ്പോഴും അതെല്ലാവരും നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അതായത് ഡെലിവറി കഴിയുമ്പോൾ ചില അമ്മമാര് ഡിപ്രഷനിലേക്ക് പോകും. അവരുടെ സ്റ്റാറ്റസ് അങ്ങ് മാറുവാണല്ലോ. ഇത്രയും നേരം നടന്ന ഒരു അവസ്ഥയല്ല. കയ്യിലൊരു കുഞ്ഞുണ്ട്, ചെറിയൊരു ബേബി, അതിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, പിന്നെ ഇവരുടെ ബോഡിയിലെ ചില ഹോർമോണിന്റെ ചേഞ്ചസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് കടന്നു പോകും. അതാണ് പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ശരിക്കും പോസ്റ്റ് പാർട്ടം വരുമ്പോൾ പാർട്ട്ണറുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ചില ഹോസ്പിറ്റലുകൾ അത് നല്ലപോലെ ആ ഒരു കാരണം പാർട്ട്ണറെ ഡോക്ടർ അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ പല, അല്ലെങ്കിൽ മൂഡി ആയിരിക്കും, ഗ്ലൂമി ആയിരിക്കും, കുട്ടിയെ ചിലപ്പോൾ കറക്റ്റ് നോക്കാനായിട്ട് അവർക്ക് പറ്റില്ല, ഫീഡ് ചെയ്യിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില കേസസ് നമ്മൾ കാണാറുണ്ടാവുമായിരിക്കും ഇങ്ങനെ അമ്മയായ അവരെ വഴക്ക് പറയുന്നത്, കൊച്ചിന്റെ കാര്യം മര്യാദയ്ക്ക് നോക്കുന്നില്ല, ആ സമയത്ത് ഫീഡ് ചെയ്യുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, ആ സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ്. അതാണ് പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ആഫ്റ്റർ ബർത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. എന്റെ ഒരു കസിൻ, എന്നെക്കാളും ചെറുതാണ് അവള്. ഒരു 1 year ബാക്ക് ഇതുപോലെ
ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായി. ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അവൾക്ക്. ഈ കുട്ടി എന്നെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അവള് പറഞ്ഞു നോക്ക് ഭയങ്കര ദേഷ്യം വന്നു, കൊച്ചിന്റെ നേരെ നോക്കാൻ പോലും ഇഷ്ടം തോന്നിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ആൾക്ക് വെന്റിലേറ്റ് ചെയ്താൽ മതിയായിരുന്നു, നമ്മളത് കേട്ടോണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആശ്വാസമായി, കുറച്ച് അതിന് ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. സ്ക്രോൾ ചെയ്ത് ഹോസ്പിറ്റലുകൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ചില ഹോസ്പിറ്റലുകളിൽ LDR, LDRP എന്ന് ഒരു പ്രത്യേകം പറയുന്നത്, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. എല്ലാ ക്ലിനിക്കൽ ഫെസിലിറ്റിയും ക്വാളിറ്റിയോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ എക്വിപ്മെന്റിന്റെ സഫീഷ്യന്റ് സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ആവശ്യമുള്ള മെഡിസിൻസ്, എന്താ പറയുക, സിറിഞ്ച്, നീഡിൽ, അങ്ങനെയെല്ലാം ഇതിന് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ്, എന്തൊക്കെ എക്വിപ്മെന്റ്സ് ആണോ നമുക്ക് സർജറി പ്രൊസീജിയർ അതിനൊക്കെ വേണ്ടത്, കോട്ടൺ എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. കാരണം ചില സമയത്ത് ഇമ്മീഡിയറ്റ് ഡെലിവറി ഒക്കെ നടക്കാറുണ്ട്. പെട്ടെന്ന് പെയിൻ വന്ന ഡെലിവറി ഒക്കെ വരുമ്പോഴേക്കും ഈ സാധനങ്ങൾക്കൊന്നും ഓടി നടക്കരുത്. അവരുടെ സെഷനിൽ ഇതെല്ലാം ആവശ്യം കൂടുതൽ അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ലൊക്കേഷൻ ഊഹിക്കാം. ഈ ഡെലിവറി നടക്കുന്ന പ്രൈവസി ഏറ്റവും അധികം വേണ്ടുന്ന ഒരു സെഷനാണ് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ ലൊക്കേഷൻ അതുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ അത് കൂടാതെ നമുക്ക് ഡിസ്റ്റർബൻസസ് വരരുത്. കാരണം ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും ഈ ഡെലിവറി ആയിട്ട് വരുന്നത്. അവരുടെ റിലേറ്റീവ്സും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലാവരുത്. കുറച്ച് ശാന്തമായി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. പക്ഷേ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസബിൾ ആയിരിക്കണം. അതും ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയന്റ് ബട്ട് ഐസൊലേറ്റഡ് ഏരിയ. നമുക്ക് എല്ലായിടത്തും, ഇപ്പൊ ലിഫ്റ്റിന്നാണെങ്കിലും സ്റ്റെയറിന്നാണെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. അതുപോലെ ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കണം. OP ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താ അവിടെ പബ്ലിക്കിന്റെ ഒരു ക്രൗഡ് ആയിരിക്കും അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്. അങ്ങനെയുള്ളിടത്ത് ലേബർ റൂം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് വരുന്ന ലേഡീസിന് അവരുടെ പ്രൈവസിയും ഒക്കെ ബാധിക്കും. ലേബർ റൂം റിമോട്ട് ആയിരിക്കണം, ബട്ട് must be reachable from the entrance of the department. ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. റിമോട്ടിലാണെങ്കിലും ഐസൊലേറ്റഡ് ഏരിയയിലാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇതിലായിരിക്കണം. എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനും പറ്റണം. പിന്നെ പേഷ്യൻസിന്റെ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം ദ OT. ഇങ്ങനെ പറയും. ഇതിനകത്ത് മെയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. എനിക്കൊക്കെ അനസ്തീഷ്യ തന്നത് ഒരു മെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഒട്ടും നമുക്കൊരു ഓക്വേർഡ് ഫീൽ തോന്നിയില്ല. അവരുടെ ഗൗണാണ് ഇട്ടത്. അനസ്തീഷ്യ തന്നിങ്ങനെ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ബാക്കിൽ അവിടെ ഇഞ്ചക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ആളൊരു മെയിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ നല്ലൊരു റെസ്പെക്ട് ഈ ആളൊക്കെ കിട്ടണം എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്താ വെച്ചാല് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൂടുതൽ റിമോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം. അതായത് ഇപ്പൊ നമ്മളുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് എന്നല്ലേ പറയണേ. നമ്മള് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിന്നല്ലേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വേണമെന്നാണ് പറയുന്നത്. ലേബർ റൂം റിമോട്ട് ദൂരെയാണെങ്കിലും, അതായത് ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് എന്നുള്ള മീനിങ് അല്ലേ. അപ്പൊ ദൂരെയാണെങ്കിലും മസ്റ്റ് ബി റീച്ചബിൾ ഫ്രം ദി എൻട്രൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റണം. ഓക്കെ. റിമോട്ട് ദൂരെയാണെങ്കിൽ പോലും ഇങ്ങനെ ആക്സസബിൾ ആയിരിക്കണം. ഏതൊരു സെക്ഷനിൽ നിന്നും, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എത്താൻ പറ്റണം, കാഷ്വാലിറ്റിയിൽ നിന്നും പെട്ടെന്ന് എത്താൻ പറ്റണം, ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിൽ നിന്നും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന സ്ഥലമായിരിക്കാം. അത് മാത്രമല്ല, ഇങ്ങനെയാണെങ്കിലും പേഷ്യൻസിന്റെ പ്രൈവസി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചില പേഷ്യൻസിന് ചിലപ്പോ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ, കൊളാപ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലൊക്കെ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും, പ്രഷർ വേരിയേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. അപ്പൊ മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ദൂരെ ആയിരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പേഷ്യന്റിനെ മൂവ് ചെയ്യുമ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെ
മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കേണ്ടത്. അതായത് പലപ്പോഴും ഈ OP സെഷനിലായിരിക്കും ഭയങ്കര ക്രൗഡ് അല്ലെ, അവിടെ പേഷ്യൻസ് വന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലേ, അതുപോലെ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പൊ ചില ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകമായിട്ട് ലിഫ്റ്റ് പേഷ്യൻസിന് മാത്രം, ഈ വലിയ ലിഫ്റ്റ്, ഈ പറയുന്നത് വീൽ ചെയറും സ്ട്രെച്ചറും എല്ലാം കൊണ്ടുപോകുന്ന രീതിയിൽ വലിയ, അത് പേഷ്യൻസിന് മാത്രം. അപ്പൊ അവരെ പെട്ടെന്ന് ആ ലിഫ്റ്റിലൂടെ മൂവ് ചെയ്ത് തിയേറ്ററിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ഈ ലിഫ്റ്റ് എല്ലാം വരുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലൊക്കെ പഠിച്ചില്ലായിരുന്നു ഈ ലിഫ്റ്റ്, അതായത് എല്ലാം ഈ ഓരോ സെഷനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിരിക്കണം നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ ലോണ്ടറി സർവീസിലും അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിലും എല്ലാം അത് പഠിച്ചു. അതുപോലെ തന്നെ ഇതും റിമോട്ട് ആണെങ്കിലും ഷുഡ് ബി ആക്സസബിൾ, റീച്ചബിൾ. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ ആണ്, എങ്ങനെ ലേബർ റൂം ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഇനഫ് സൈസ് ഉണ്ടായിരിക്കണം അല്ലെ, വിത്ത് ലാർജ് ഡോസ്. കാരണം പേഷ്യന്റ് ഒരിക്കലും നടന്നായിരിക്കില്ല ചെല്ലുന്നത്, സ്ട്രെച്ചറിൽ തട്ടിയിട്ടോ വീൽ ചെയറിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ ലാർജ് ഡോസ് ആയിരിക്കും, അലോവിങ് പാസേജ് ഓഫ് ദി ബെഡ് ഓർ സ്ട്രെച്ചർ വിത്ത് അറ്റൻഡൻസ്. അപ്പൊ ഇത് ചെയ്യുന്ന ജോലിക്കാര് അവർക്ക് ആ സ്ട്രെച്ചർ നല്ല ഈസി ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ രീതിയിലുള്ള ലാർജ് സൈസിലുള്ള ഡോസ് ആയിരിക്കണം. ലേബർ റൂം കോംപ്ലക്സ് ഷുഡ് ഹാവ് ഇനഫ് ലൈറ്റ്, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. പവർ ബാക്കപ്പ്, കറണ്ട് പോയാലും പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ജനറേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, എയർ നല്ല പോലെ പാസ് ചെയ്യാൻ. പിന്നെ ട്രയാഗ് ഏരിയ, ട്രയാഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണ്ടുന്ന ആവശ്യത്തിന് എയ്ഡ് കൊടുക്കുക, ഹെൽപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഏരിയ ഉണ്ടായിരിക്കണം. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ഉണ്ടായിരിക്കണം. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാം, സാനിറ്റൈസർ, എല്ലാ സാധനങ്ങളും, ലോഷൻ, അങ്ങനെ എല്ലാം, ബിറ്റാഡിൻ, പിന്നെ ക്ലോത്ത്, ലിനൻ എല്ലാം സൂക്ഷിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്, ഓട്ടോക്ലേവ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ്. നമ്മൾ എന്ത് പ്രൊസീജിയറും ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സ്റ്റെറിലൈസ്ഡ് വെച്ചിട്ടല്ലേ, ഈവൻ അവർ യൂസ് ചെയ്യുന്ന സിസേഴ്സ് വരെ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും, നീഡിൽ എല്ലാം. അങ്ങനെ സ്റ്റെറിലൈസ്ഡ് സപ്ലൈസ് ഉണ്ടായിരിക്കും. പിന്നെ കോമൺ സപ്ലൈസ് സച്ചാസ് ടവൽ, ലിനൻ എക്സെട്ര. സാധാരണ സപ്ലൈസ് ടവൽ, ലിനൻ, മറ്റേതിന് മറ്റേ പ്രൊസീജിയറിനൊക്കെ പറ്റുന്ന ബ്ലേഡ്, കത്തി, നീഡിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു വേർഡ് സ്റ്റെറിലൈസ്ഡ് ആണ്. സ്റ്റെറിലൈസ്ഡ് സപ്ലൈസ് എല്ലാം ഉണ്ടായിരിക്കണം. ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻ ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്, അതായത് അകത്തേക്ക് ശബ്ദം വല്ലാതെ കേൾക്കുന്ന രീതിയിലുള്ള ഏരിയ ആക്കരുത്. ഡിസ്റ്റർബ്ഡ് ആവും. ആ ഒരു മെന്റൽ ഫിസിക്കൽ സ്ട്രെസ്സിലൂടെ കടന്നു പോവുമായിരിക്കും ആ ഒരു ഡെലിവറി പ്രോസസ്സിൽ. അതിന് മുമ്പും ആ ഡെലിവറി സമയത്തും അതിനുശേഷം അപ്പൊ പുറത്തുനിന്ന് വരുന്ന യാതൊരു ഡിസ്റ്റർബൻസും പേഷ്യന്റിനെ ബാധിക്കരുത്. അപ്പൊ ആ രീതിയിൽ പുറത്തുള്ള സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കണം. എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് ക്യാൻ എക്സ്പീരിയൻസ് ഒപ്റ്റിമൽ കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ. നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. കാരണം എനിക്കൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കൂടെയുള്ള സ്റ്റാഫ് പണ്ടത്തെ പോലെ ഒന്നല്ലേ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കൺസോൾ ചെയ്യുന്നു. അവര് കയ്യൊക്കെ തിരുമ്പി തരും, കാലൊക്കെ തിരുമ്പി തരും, അങ്ങനെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളോട് ഭയങ്കര പേഴ്സണൽ, ഹാർട്ട് ബീറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ടെൻഷൻ കൂടുകയെന്ന് കാണുമ്പോൾ അവർ നമ്മളോട് പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇവിടുന്ന് അവരങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ചില സമയത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻസ് ആർ ഓൾസോ അവൈലബിൾ. അപ്പം പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. പിന്നെ പ്രിപ്പയർ ചെയ്യിക്കണം. ഇപ്പൊ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനെ ക്ലീൻ ചെയ്ത് ഷേവ് ചെയ്തൊക്കെ പ്രിപ്പയർ ചെയ്യിക്കണം. പിന്നെ അതുപോലെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം കുറച്ച് മണിക്കൂറുകൾ, ചിലപ്പോൾ ഒരു നൈറ്റ് ആണെങ്കിൽ നൈറ്റ്, അല്ലെങ്കിൽ ഫുൾ ഡേ ആണെങ്കിൽ ഒബ്സർവ് ചെയ്യും. ഇതുവരെയുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ ആവരുത്. ഈസിലി ആക്സസബിൾ ആയിട്ട് എല്ലാവർക്കും റീച്ചബിൾ ആകുന്ന ഏരിയ ആയിരിക്കണം. പിന്നെ പെട്ടെന്ന് പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും എമർജൻസി സെഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താ പറയാ, ക്രൗഡഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ആളുകളുടെ പോപ്പുലേഷൻ വരുന്ന ഏരിയയിലൂടെ കൊണ്ടുപോകരുത്. ഇൻഫെക്ഷൻ ചാൻസും ഉണ്ട്, മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ ലേബർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാർജ് ഇനഫ് സൈസിലായിരിക്കണം, ലാർജ് ഡോസ് ആയിരിക്കണം. പേഷ്യന്റിനെ ഇതുപോലെ സ്ട്രെച്ചറിൽ മൂവ് ചെയ്യിക്കാനോ ബെഡിൽ അങ്ങനെയും കൊണ്ടുപോകാനോ ഒക്കെ പറ്റണം. പിന്നെ നല്ല ലൈറ്റ് കിട്ടണം, പവർ ബാക്കപ്പ്, കറണ്ട് പോയാലും അവിടെ പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, നല്ലപോലെ കാറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. ട്രയാഗ് ഏരിയ എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്. അതായത് എന്താണോ ഹെൽപ്പ് വേണ്ടത് അതിന് വേണ്ടുന്ന
അത് ചെയ്തു കൊടുക്കുക. ആ ഒരു ഏരിയയാണ് ട്രാഗ് ഏരിയ. പിന്നെ ക്ലീൻ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഉണ്ടായിരിക്കണം. കുറെ സാധനങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റെറിലൈസ്ഡ് സപ്ലൈസ് ഉണ്ടാകും, കോമൺ സപ്ലൈസ്, കോട്ടൺ, ടവൽ, ലിനൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പുറത്തു നിന്നുള്ള ശബ്ദം അത് ബ്ലോക്ക് ചെയ്യണം. പേഷ്യൻസിന് എപ്പോഴും കംഫർട്ടും റിലാക്സേഷനും ഫീൽ ചെയ്യണം. നല്ല ഫെസിലിറ്റീസ് വേണം. പേഷ്യന്റിന്റെ ഓരോ സ്റ്റേജിലും, എക്സാമിൻ സ്റ്റേജിലാണെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റേജിലാണെങ്കിലും ഒബ്സർവേഷൻ സ്റ്റേജിലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ LDR എന്ന് പറഞ്ഞല്ലോ, ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി ആണ്. LDR കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. 3 സോൺസ് ആയിട്ടാണ് LDR ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ അത് അൺസ്റ്റെറൈൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിരിക്കും. വെയിറ്റിംഗ് ഏരിയ ആയിരിക്കും. പബ്ലിക് യൂട്ടിലിറ്റി, അതായത് ഇപ്പം പേഷ്യന്റിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുന്നു, എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്നു, ആ ഒരു ഏരിയ. പിന്നെ റേഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി, പബ്ലിക് യൂസ് ചെയ്യുന്ന ഏരിയ, അതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം, എക്സെട്ര. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ചിങ് റൂം, ഗൗണോ എന്തെങ്കിലും മാറ്റണമെങ്കിൽ അതിനുള്ളത്. പിന്നെ പ്രീ ലേബർ റൂം ആണത്. ലേബർ റൂമിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ കുറച്ചു നേരം പ്രിപ്പറേഷനോ ഒക്കെ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സ്ഥലം. പിന്നെ മെഡിസിൻ സ്റ്റോർ അവിടെ ആയിരിക്കും. ഡെലിവറിക്ക് വേണ്ടുന്ന മെഡിസിൻസും ആ കാര്യങ്ങളും എല്ലാം അതിനുള്ളത്. പിന്നെ ഡ്യൂട്ടി റൂം, സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടുന്ന സെക്ഷൻ. പിന്നെ ഡെലിവറി സോൺ, അത് തന്നെ ക്ലീൻ സപ്ലൈ റൂം, നല്ല വേണ്ടുന്ന ഫെസിലിറ്റീസ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്ന സെഷൻ. പിന്നെ സ്ക്രബ് സ്റ്റേഷൻ, അതായത് ഇത് പ്രൊസീജിയർ ഒക്കെ കഴിയുമ്പോഴേക്കും കൈയൊക്കെ കഴുകണമല്ലോ, നല്ലപോലെ കൈ ഉരച്ച് കഴുകണം. പ്രൊസീജിയറിന് മുമ്പും ഹാൻഡ് വാഷ് ഒക്കെ അവർക്ക് നല്ല രീതിയിൽ ചെയ്യണ്ടേ. ഒരു വലിയ സിങ്ക് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ചില ഓപ്പറേഷൻ തിയേറ്ററിന്റെയും അതുപോലെ തന്നെ ഇതുപോലെ ലേബർ റൂമിന്റെയും അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും ഈ സൈഡിലായിട്ട് വലിയ സിങ്ക് ഉണ്ടാവും. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന പോലത്തെ സിങ്ക് അല്ല, നല്ല ഡെപ്തും നീളവും വീതിയും ഒക്കെ ഉള്ള സിങ്ക് ആയിരിക്കും. അവിടെ കൈ നല്ലപോലെ ഉരച്ച് കഴുകാനുള്ള സ്ക്രബ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഡെലിവറി റൂം, എക്സെട്ര, അതാണ് ഡെലിവറി സോൺ എന്ന് പറയുന്നത്. അപ്പൊ 3 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അൺസ്റ്റെറൈൽ സോണും, പ്രൊട്ടക്റ്റീവ് സോണും, ഡെലിവറി സോൺ. ഓക്കെ, നെക്സ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അത് ക്ലിയർ ആയല്ലോ 3 സോൺസും. ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഏരിയ, പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടി റിലേറ്റീവ്സ് ഒക്കെ വന്ന് നിൽക്കുന്ന ഏരിയ, പിന്നെ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏരിയ. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ പ്രീ ലേബർ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും. കുറെയൊക്കെ ചേഞ്ചിങ് റൂം ഉണ്ടാവും, പ്രീ ലേബർ റൂം, പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം, മെഡിസിൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, സ്റ്റാഫിന്റെ സ്ഥലം. പിന്നെ ഡെലിവറി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്ലൈ റൂം, ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ ഉണ്ടാവും ഹാൻഡ് വാഷിനായിട്ട്. ഡെലിവറി റൂം. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, നഴ്സിംഗ് സ്റ്റേഷൻ. ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും അവിടെ. നമ്മളുടെ ഈ ലേബർ റൂമിന്റെ ചാർജുള്ള ആ ഒരു നഴ്സിംഗ്, ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. അപ്പൊ വാർഡ്, അഡ്മിഷൻ ആയിട്ട് നമ്മൾ ഏതെങ്കിലും വാർഡിൽ, അവിടെ എല്ലാ സ്ഥലത്തും ഓരോ ഏരിയയിലും നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. സൂപ്പർവൈസേഴ്സ് ഓഫീസ്, ആ ഒരു സെക്ഷനിലെ സൂപ്പർവൈസറുടെ ഓഫീസ് ഉണ്ടാവും. റിലേറ്റീവ്സിനെ വെയിറ്റ് ചെയ്യാവുന്ന ഏരിയ, വെയിറ്റിംഗ് ഏരിയ, സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ ഡ്യൂട്ടി റൂംസ്, സ്റ്റാഫിന്റെ ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ആവശ്യമുള്ള ക്ലോത്ത്, ടവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ചേഞ്ചിങ് ഏരിയ, റൂംസ് ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്, പിന്നെ എക്യുപ്മെന്റും മെഡിസിൻസും സൂക്ഷിക്കുന്ന റൂം. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റി, സ്റ്റെറിലൈസിംഗ് സപ്ലൈസ് എല്ലാം സൂക്ഷിക്കുന്ന അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ്, അതിന്റെ ഷെൽഫോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ക്ലിനിക്കൽ ഏരിയാസ്, സമയത്ത് ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിനിക്കൽ ഏരിയ അവൈലബിൾ ആയിരിക്കും. പിന്നെ ടൈൽഡ് ആൻഡ് ആന്റി സ്ലിഡ് ഫ്ലോറിംഗ്, പിന്നെ നല്ലപോലെ
വൃത്തിയായിട്ട് ടൈൽ ചെയ്തിട്ടുള്ള ഫ്ലോർ, പിന്നെ ആന്റി സ്കിഡ് ആയിരിക്കും, ലൈക്ക് തെന്നി പോവാത്ത രീതിയിലുള്ളത്. ഓക്കെ, സെൻട്രലി എയർ കണ്ടീഷൻഡ്, നല്ല രീതിയിൽ സെൻട്രലി എയർ കണ്ടീഷൻ ആയിരിക്കും. ഫെസിലിറ്റീസും റിക്വയർമെന്റ്സും ആണ് മിക്ക സ്ഥലങ്ങളും ഈ രീതിയിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ പ്രോട്ടോകോൾസ് ആണ്, ലേബർ വാർഡിന്റെ പ്രോട്ടോകോൾസ്. എങ്ങനെയാണ് ഇതിന്റെ ആക്ടിവിറ്റീസ്, ഇതിലെ ഓരോ കാര്യങ്ങളും പ്രൊസീജിയർ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ എൻഷുർ ചെയ്യണം, നിർബന്ധമാക്കണം, എന്തൊക്കെ സർവീസസ് പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്യണം, അതെല്ലാം കാണിക്കുന്നതാണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. നിയമ സംഹിത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കഴിക്കും. പ്രോട്ടോകോൾസ് ഫോർ ദി ലേബർ വാർഡ് ഓഫർ എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻസ്, നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒരു മാനുവൽ പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ്, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. Pregnant women excellent medical care കൊടുക്കുക, അതാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. These protocols are in regard to the മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ, അതുപോലെ സപ്പോർട്ടും പ്രഗ്നന്റ് വുമന് കൊടുക്കുക. അഡ്മിനിസ്ട്രേഷനും പോളിസി എൻകോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അഡ്മിനിസ്ട്രേഷനും പോളിസീസ് എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനും, അതുപോലെ തന്നെ അതിന്റെ പ്രൊഫഷണൽസിനും എന്തെല്ലാം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഈ പ്രോട്ടോകോളിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡ്മിഷന്റെ ക്രൈറ്റീരിയ, ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പേഷ്യന്റ് മൂവ് ചെയ്യിക്കുന്ന ഏരിയയിലെ അവിടെ ക്രൗഡഡ് ആണെങ്കിൽ അതെല്ലാം മാറ്റുക എന്നുള്ളതാണ്. പിന്നെ വാർഡ് റെഗുലേഷൻ, വാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ ലേബർ റൂമിൽ എന്തെല്ലാം കെയർ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് പോളിസിയിൽ വരുന്നത്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ് പാർട്ടം കെയർ, ന്യൂബോൺ കെയർ എക്സെട്ര. പിന്നെ ക്ലിനിക്കലി എന്തെല്ലാം സേഫ്റ്റി അല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അതിനകത്ത് ഇൻപേഷ്യന്റ് കെയർ, ഇവിടെ പ്രഗ്നന്റ് വുമൺ ആയിരിക്കുമല്ലോ, അവരുടെ കെയർ, മാനേജ്മെന്റ് ഓഫ് പ്രഗ്നന്റ് വുമന്റെ ഡെലിവറി മാനേജ് ചെയ്യാം, അതിനുശേഷം അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പോസ്റ്റ് പാർട്ടം കെയർ, അതിന് നല്ല കെയർ കൊടുക്കുക, ന്യൂബോൺ കെയർ, ഉണ്ടാകുന്ന ബേബിക്ക് നല്ല കെയർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ലേബർ ടേബിൾ, ഡെലിവറി നടക്കുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, സാധാരണ ബെഡിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. പിന്നെ അതിന്റെ താഴെ നമ്മുടെ കാലിന്റെ ഭാഗം വരുന്നിടത്ത് ഒരു സെമി സർക്കിൾ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ താഴെ ഒരു കളക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു ബക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബെഡാണ് ടേബിൾ എന്നാണ് പറയുകയാണ് ലേബർ ടേബിൾ. അതൊരു ക്രൂഷ്യൽ ടൂളും എക്യുപ്മെന്റും ആണ്, ഡെലിവറി റൂമിൽ യൂസ് ചെയ്യുന്ന ക്രൂഷ്യൽ ടൂളും എക്യുപ്മെന്റും ആണ്. പിന്നെ റേഡിയന്റ് വാമറും, ഇവിടെ ചൂട് കൊടുക്കുന്ന ഒരു വാമർ ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റെറിലൈസേഷന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് ഇത് കുഞ്ഞില്ലേ, ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ മൂമ്പിനകത്ത് ആ കുട്ടി കിടക്കുമ്പോൾ അതിന്റെ ഹാർട്ട് ബീറ്റ്സും അതുപോലെ തന്നെ ഈ ബ്ലഡ് വെസലിൽ കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സൗണ്ട് വേവ്സ് വെച്ചിട്ടാണ്, ഡോപ്ലർ സൗണ്ട് വെച്ചിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ബ്ലഡ് വെസലിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ടാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീറ്റൽ ഡോപ്ലർ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂട്രസിന്റെയും പ്ലാസന്റയുടെയും പൊസിഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ്, ഫീറ്റലിന്റെ അതായത് ആ അമ്മയുടെ മുമ്പിലുള്ള അമ്മയുടെ യൂട്രസിനകത്ത് കിടക്കുന്ന ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫി. അങ്ങനെ ഈ ഹാർട്ട് ബീറ്റ്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഓരോ മന്ത് ആവുമ്പോഴും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് വ്യത്യാസമായിരിക്കും. ഈ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്തുള്ള ഹാർട്ട് ബീറ്റ് ആയിരിക്കില്ല കുട്ടി ബർത്ത് ആയതിനു ശേഷം. അത് കഴിഞ്ഞ് കുട്ടി വളർന്ന ഓരോ സ്റ്റേജ് ആകുമ്പോൾ
ഈ ഹാർട്ട് ബീറ്റ്സ് മാറും. അഡൾട്ട് ആവുമ്പോൾ ഹാർട്ട് ബീറ്റ്സ് വേറെ. കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് അഡൾട്ടിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ചില സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ഹാർട്ട് ബീറ്റ്സ് താഴ്ന്നു പോകുന്ന കേസ് ഉണ്ടാകാം, ഹാർട്ട് ബീറ്റ്സ് വല്ലാതെ കൂടുന്ന കേസസ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്ത ബേബിയെ പുറത്തെടുക്കാറുണ്ട്. ചിലപ്പം ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. അമ്മയുടെ ഇതിനകത്ത് യൂട്രസിനകത്ത് വെച്ച് ബേബി ഡെത്ത് ആവുന്ന കേസസ് വരെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിലൊക്കെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഡോക്ടർ ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറെ ടൂൾസ്, ലേബർ ടേബിൾ ഒരു ക്രൂഷ്യൽ ടൂളാണ്. അത് കൂടാതെ ബാക്കിയുള്ള എക്യുപ്മെന്റ്സ്, വാമർ ചൂട് കൊടുക്കുന്നുണ്ടാകും, റേഡിയന്റ് വാമർ, പിന്നെ ഇൻക്യുബേറ്റർ ഉണ്ടായിരിക്കും. കുട്ടിക്ക് ചിലപ്പോൾ ചൂട് കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ ഇത് പ്രിമച്വർ ബേബീസ് ഒക്കെ ആണെങ്കിൽ അവര് ആ യൂട്രസിനകത്ത് കിടന്ന അതേ ടെമ്പറേച്ചർ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ചൂട് അതിനനുസരിച്ച് കൊടുക്കാറുണ്ട്. സ്റ്റെറിലൈസ് ഉണ്ടായിരിക്കും. പിന്നെ ബ്ലഡ് റെഗുലേഷൻ മനസ്സിലാക്കാനുള്ള ഫീറ്റൽ ഡോപ്ലർ ഉണ്ടാവും, അത് ചെക്ക് ചെയ്യാൻ. പിന്നെ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാം. നെക്സ്റ്റ്, ദീസ് ടൂൾസ് ആൻഡ് ആക്സസറീസ് നീഡ് ടു ബി ക്ലീൻഡ്. നല്ല ക്ലീൻ ആയിരിക്കണം, സൈഡിൽ തന്നെ സൂക്ഷിക്കണം, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സൂക്ഷിക്കണം. ആൻഡ് ഡ്രൈഡ് ആഫ്റ്റർ ഈച്ച് യൂസ്. ഓരോ ഉപയോഗം കഴിയുമ്പോഴും ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. All labor room equipment must be in good functioning order and be prepared for usage according to staff. സ്റ്റാഫിന്റെ യൂസേജ് അനുസരിച്ച് അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ എവിടെ വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല അത്, നമുക്ക് മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല. നെക്സ്റ്റ്, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അടുത്തത്. Standard safety procedure must be followed by all medical staff. എല്ലാ മെഡിക്കൽ സ്റ്റാഫും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും. അവർക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ സ്റ്റാഫ് നല്ലപോലെ തന്നെ ഫോളോ ചെയ്യണം. Periodic in-service and training session on infection control to be held. അപ്പോൾ സ്റ്റാഫിന് വേണ്ടുന്ന സമയത്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, ഇൻഫെക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ പീരിയോഡിക് ആയിട്ട് അവർക്ക് അപ്ഡേറ്റ് ചെയ്യണം. പല പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അത് കൂടാതെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന് ഈ ന്യൂബോൺ ബേബി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പൊ അതിനനുസരിച്ച് നല്ല കെയർ സ്റ്റാഫിന്റെ സൈഡിലുണ്ടായിരിക്കും. The clothes worn should be sanitary and clean. സ്റ്റാഫ് യൂസ് ചെയ്യുന്ന ക്ലോത്ത് അത് സാനിറ്റൈസ് ചെയ്തിട്ടായിരിക്കണം, നല്ല ക്ലീൻഡും ആയിരിക്കണം. PPE has to be accessible. PPE ആവശ്യത്തിന് ഇവിടെ ഉണ്ടായിരിക്കണം. എന്താ PPE എന്ന് പറയുന്നത്? Personal protective equipment. Yes, personal protective equipment. Training for employees on general and particular practices. എംപ്ലോയീസിന് ജനറൽ ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട് റിലേറ്റഡ് പർട്ടിക്കുലർ ആയിട്ടുള്ള സെഷൻ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുള്ള ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. Infection patient should be admitted in accordance with hospital protocols. ഈ ഡെലിവറി സമയമായി, പക്ഷെ ആ സമയത്ത് ചിക്കൻ പോക്സ് അങ്ങനെയുള്ള ചില ഇൻഫെക്ഷൻസ് വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ HIV പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവരെ എല്ലാം ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ച് അഡ്മിറ്റ് ചെയ്യണം. അതിന്റെ അവർക്ക് പ്രത്യേകം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ സെഷൻ ഉണ്ടായിരിക്കണം. All fitting clothing tools and waste need to be treated as contaminated and handled carefully. എല്ലാ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസും അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ വരുന്നതും അത് പൊല്യൂട്ടഡ് ആണ്. അത് സേഫ് ആയിട്ട് തന്നെ നല്ല കെയർ എടുത്ത് തന്നെ ഹാൻഡിൽ ചെയ്യണം. അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണോ ആ രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻ, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് അത് നല്ലപോലെ ക്ലീൻ ആക്കി വെക്കണം, സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം, നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത് വെക്കണം. Patients should be provided with sterilized robes. Robes എന്ന് പറഞ്ഞാൽ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സില്ലേ, പേഷ്യൻസിന് ഇപ്പൊ ഓപ്പറേഷനൊക്കെ പോകുമ്പോ ബാക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാം ഈ എക്സ്റേ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ട്, ചെസ്റ്റിലേക്ക് എക്സ്റേ ആണെന്ന് വിചാരിച്ചു, ഡ്രസ്സ് മാറ്റിയിട്ട് ലൂസ് ആയിട്ടുള്ള ബാക്കിൽ കെട്ടോ അങ്ങനെയൊക്കെയുള്ള ഗൗൺ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അതാണ് ഈ സ്റ്റെറൈൽ റോബ് എന്ന് പറയുന്നത്. സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ചില സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ സ്കാൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ
അവരുടെ ക്ലോത്ത് ആയിരിക്കും അവർ തരുന്നത്. അത് നല്ല ലൂസ് ഡ്രസ് ആയിരിക്കും, സ്റ്റെറിലൈസ്ഡ് ചെയ്തതായിരിക്കും. അത് കഴിയുമ്പോൾ വൺ ടൈം യൂസ് ആയിരിക്കാം, അത് ഡിസ്പോസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ആൻഡ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹെൽത്ത് ചെക്കപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻസ്, ലേബർ റൂമിലെ സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻസ് ആണ് ഇത് പറയുന്നത്. ഹാൻഡ് വാഷിംഗ്, നല്ല ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് നല്ലതായിരിക്കണം, നല്ലപോലെ റബ് ചെയ്ത്. കൊറോണ സമയത്ത് നമുക്ക് അതിന്റെ പിക്ചറും വീഡിയോ ഒക്കെ അവൈലബിൾ ആയിരുന്നല്ലേ. പിന്നെ ബിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് യൂസ് ചെയ്യണം. മാസ്ക് വേണമെങ്കിൽ മാസ്ക്, PPE വേണമെങ്കിൽ PPE യൂസ് ചെയ്യണം. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഡെലിവറി സമയത്ത് ബയോമെഡിക്കൽ വേസ്റ്റ് നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ കുറെ ബ്ലഡും കുറെ ബ്ലഡ് പാർട്ടിക്കിൾസും അങ്ങനെയൊക്കെ വരുന്നതല്ലേ. അപ്പൊ അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഓബ്ജക്ട്സ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ഓഫ് ദി ഐറ്റംസ് യൂസ് ചെയ്യുന്ന ഐറ്റത്തിന്റെ സ്റ്റെറിലൈസേഷനും അതിന്റെ ഡിസ്ഇൻഫെക്ടിങ് അത് ശ്രദ്ധിക്കണം. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, നമുക്ക് യൂസ് ചെയ്ത എക്യുപ്മെന്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്യണം. അതെങ്ങനെയാണോ പ്രോപ്പർ പറഞ്ഞിരിക്കുന്ന രീതിനെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത്, ചിലപ്പോൾ അത് സ്പിരിറ്റിലൊക്കെ മുക്കി വെക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, കുറെ കൂടെ അത് ക്ലീൻ ആവാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. സസ്റ്റെയിനിങ് ഇൻ ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ എൻവയോൺമെന്റ്. അക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കീപ്പ് ചെയ്യണം. അപ്പൊ ഇത് ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, സ്റ്റാഫിന് ടൈംലി ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാഫിന്റെ ഹെൽത്ത് ചെക്കപ്പ്, ഇതെല്ലാം ക്രൂഷ്യൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പ്രഗ്നൻസിന് ശരിക്കും 3 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പറയാത്തൊരു കാര്യമാണ് പറയുന്നത്. ട്രൈമസ്റ്റർ എന്നാണ് പറയുന്നത്. 3 monthsന്റെ 3 സ്റ്റേജസ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 months. 3 months, അതായത് കൺസീവ് ചെയ്ത് അന്ന് തുടങ്ങിയിട്ട് 12 weeks അല്ലെ, 3 months. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 13ാമത്തെ ആഴ്ച തുടങ്ങിയിട്ട് 27ാമത്തെ ആഴ്ച വരെ. മൂന്നാമത്തെ ഫൈനൽ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 28ാമത്തെ ആഴ്ച തുടങ്ങി 40ാമത്തെ ആഴ്ച വരെ. ആ രീതിയിൽ 3ആയിട്ടാണ് പ്രഗ്നൻസി സ്റ്റേജസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, അതൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ക്ലീനിങ്ങിന്റെ ജനറൽ റൂൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റുന്ന ആരെങ്കിലും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് വായിക്കാം. കംഫർട്ടബിൾ ആയിട്ട് ഓഡിയോ. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് അതെല്ലാം പോയിന്റ്സ് അല്ലേ? അതെ. Any equipment brought into the labor room from outside must be wiped and cleaned. Next, have a adequate cleaning sequence. പിന്നെ damaged equipment should be repaired or replaced. Items stained with blood or body fines should be not instantly. പിന്നെ always use approved mopping techniques. Examine areas for ഒരു ക്ലാരിറ്റി കുറവുണ്ട് മിസ്സേ. സെപ്പേജ് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഇത് ശരിക്കും നല്ലപോലെ ക്ലാരിറ്റി ഇല്ല വേർഡ്സ്. ഓർ എനി അതർ ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. First, any equipment brought into the labor room from outside must be wiped and cleaned. ലേബർ റൂമിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ്. നല്ല തുടച്ച് വൃത്തിയാക്കി സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കും. ഹാവ് ആൻ അഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. ചെയ്യുന്ന ക്ലീനിങ് പ്രൊസീജിയറിന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഡാമേജ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്. ഡാമേജ് ആയിട്ട് ഏതെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ, യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിന് പകരം വേറെ പുതിയത് കൊണ്ടുവരണം. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്
ബോഡി ഫൈൻസ് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി. അതായത് ഇപ്പം ചില സമയത്ത് ബ്ലഡ് അബോർഷൻ അങ്ങനത്തെ കേസസ് ഒക്കെ വരാലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ആ സെന്റൻസ് നല്ല രീതിയിൽ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. അത് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ എക്യുപ്മെന്റോ അല്ലെങ്കിൽ ടേബിളിലോ അങ്ങനെയൊക്കെ സ്റ്റെയിൻഡ് ആയിട്ട് കറ പിടിച്ച പോലെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ ഷുഡ് ബി ക്ലീൻഡ് ഇൻസ്റ്റന്റ്ലി. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം. അതങ്ങനെ ക്ലീൻഡ് എന്നുള്ള വാക്കൊന്നും വന്നിട്ടില്ല. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. തുടച്ച് വൃത്തിയാക്കാനായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കുക. എക്സാമിൻ ഏരിയാസ് ഓഫ് സീപ്പേജ് പറഞ്ഞാൽ ലീക്കിംഗ്. എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യും. മഴ പെയ്ത് ലീക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ ലീക്കേജ്, ഇപ്പം ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നതോ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാം. അത് ക്ലിയർ ചെയ്യാനായിട്ട് ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിള് ക്ലീൻ ചെയ്യും. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പം ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യാം. ആ പേഷ്യന്റ് യൂസ് ചെയ്ത ബെഡ് എല്ലാ സാധനവും അവര് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ തുടച്ചു എല്ലാം, ഈ ഡോറിന്റെ ഹാൻഡിൽ തുടങ്ങിയില്ല. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. എല്ലാം യൂസ് ചെയ്ത സംവിധാനങ്ങളെല്ലാം തന്നെ തുടയ്ക്കുന്നുണ്ട്. ടേബിള്, ബെഡ് സൈഡ് ടേബിൾ, അല്ലാതെ ഷെൽഫിന്റെ ഡോസ്, എല്ലാ കാര്യങ്ങളും സാനിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഡെലിവറിക്ക് ശേഷം കാരണം ലേബർ ടേബിളിൽ നിറയെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാകും, ഓരോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യും. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടതോ അതുപോലെ സ്റ്റെറിലൈസിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യും. The labor room and connecting passages should be cleaned at least twice a day. പറയുന്നത് ലേബർ റൂമും അതിലേക്ക് വരുന്ന കണക്ട് ചെയ്യുന്ന പാസേജസ് വഴികളെല്ലാം ക്ലീൻ ചെയ്യണം 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം എന്നാണ് പറയുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈവൻ അവിടെ ഡെലിവറി പലത് നടക്കുന്നുണ്ടെങ്കിൽ 2 എന്നുള്ളത് ചിലപ്പോൾ 3 or 4 ആകും. സോയിൽഡ് ഏരിയാസ്, അഴുക്ക് പറ്റിയ സ്ഥലങ്ങൾ, അതുപോലെ ആൻഡ് ക്ലീനിങ് ഓഫ് സ്പില്ലേജ്, എന്തെങ്കിലും അവിടെ ലീക്കേജോ എന്തെങ്കിലും അവിടെ താഴെ വീടോ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അത് സംഭവിച്ച ഉടനെ തന്നെ ഇറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ദ ഏർലിയസ്റ്റ് ടൈം പോസിബിൾ. അതിന്റെ ക്ലീനിങ് എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദി ലേബർ റൂം മസ്റ്റ് ബി ഡൺ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ വീക്ക്. ഡീറ്റെയിൽഡ് വാഷ്, ലേബർ റൂമിന്റെ ആകെയുള്ള ഒരു ക്ലീനിങ് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലേബർ റൂമിനും കണക്ടിങ് പാസേജസും ദിവസവും 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഡെലിവറി നടന്നെങ്കിൽ അതിനുശേഷവും അതുപോലെ ക്ലീൻ ചെയ്യണം. പിന്നെ അവിടെ അഴുക്ക് പിടിച്ച് ഏതെങ്കിലും എരിയോ എന്തെങ്കിലും അവിടെ തെറിച്ചു പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ സമയത്ത് തന്നെ തിക്കിടരുത്, പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ലേബർ റൂം മാസത്തിൽ 2 തവണ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വാഷ് ചെയ്യാൻ. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അടുത്തത്. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. ചില സെന്റൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സർട്ടൻ പോളിസീസും പ്രൊസീജിയറുമാണ്. എങ്ങനെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത്, ഒരു റിസ്ക് തന്നെയാണ് അത്. ഇൻഫെക്ഷൻ അങ്ങ് സ്പ്രെഡ് ആവുക നിമിഷ നേരം കൊണ്ടായിരിക്കും ആളുകളിലേക്ക് അസുഖങ്ങൾ പിടിക്കുന്നത്. അത് റെഡ്യൂസ് ചെയ്യാൻ, അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ചില പ്രൊസീജിയേഴ്സും പോളിസീസും ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. സ്പെഷ്യലായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, കാരണം ആളുകൾ അസുഖമായിട്ട് വരുന്ന സ്ഥലമാണ്, അവിടെ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകരുതല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ അവിടെ കെയർ എടുക്കുന്നത്. സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീനിങ് ദി ലേബർ റൂം. സ്പെഷ്യൽ അറ്റൻഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രാക്ടീസും ഫോളോ ചെയ്യണം ഫോർ ക്ലീനിങ് ലേബർ റൂം. ലേബർ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേക ശ്രദ്ധയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കി നോക്കും, നമ്മളുടെ വീട്ടില് സുഖമില്ലാത്ത ഒരാളുണ്ട്, നമ്മൾ ഒത്തിരി കെയർ ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ വീട്ടില് ചിലപ്പോൾ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നതാവും. ഐസൊലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് പിടിച്ചു കിട്ടുന്ന രീതിയിൽ
ബാത്റൂം ഫെസിലിറ്റി എല്ലാം ഉള്ളത്. പിന്നെ ആ റൂമിലേക്ക് കയറുന്ന ആള് നല്ല കെയർ എടുക്കും അല്ലെ, അതൊക്കെ നമുക്ക് അറിയാൻ തന്നെ. അതുപോലെ തന്നെയാണ് അതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലാവുമ്പോഴും കുറേ പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് പുറത്തുനിന്ന് വരുന്നവരിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകരുത്, അവരിൽ നിന്നും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകരുത്, അടുത്തടുത്ത റൂമിലെ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാകരുത്. അതിനനുസരിച്ചുള്ള കെയർ അവിടെ നല്ലതുപോലെ എടുക്കും. Poor infection control practices in labor and delivery rooms leaves the patient, infants as well as the healthcare staff at risk. ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല, വളരെ ലോ നിലവാരത്തിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിൽ ആരെയൊക്കെ ബാധിക്കും? ആ അമ്മയെ ബാധിക്കും, ജനിച്ച ഉടനെയുള്ള കുഞ്ഞിനെ ബാധിക്കും, അതുപോലെ തന്നെ അവരെ നോക്കുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനെ, അവരെല്ലാം റിസ്കിലാവും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറോട് കൂടിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ. നെക്സ്റ്റ്, സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. ഇതിന് ശേഷം കുറെ വേസ്റ്റ് ഉണ്ടാവും അല്ലെ, നമുക്കറിയാം ഒരു ഡെലിവറിക്ക് ശേഷം ഈ പ്ലാസന്റെ പുറത്ത് വരും, പിന്നെ അതുപോലെ മാത്രമല്ല കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും യൂട്രസ്, അതിൽ നിന്നുള്ള ബ്ലഡ് കുറെ ഉണ്ടാവും, ചില അല്ലാത്ത സെൽസ് ബ്ലഡ്, പിന്നെ വിചാരിക്കുന്ന പോലെ വെള്ളം പോലെ ബ്ലഡ് മാത്രമല്ല ഭയങ്കര തിക്കായിട്ടുള്ള ബ്ലഡ് വരും, അതൊക്കെ ഉണ്ട് അല്ലെ, ഇത്രയും പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് സ്റ്റാഫ് ഇത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫ് യൂട്ടിലിറ്റി ഗ്ലൗസ് യൂസ് ചെയ്യണം, അതിന് പറഞ്ഞിട്ടുള്ള പ്രത്യേക ഗ്ലൗസ് യൂസ് ചെയ്യണം, പിന്നെ ക്ലോസ്ഡ് ഷൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ കാലിലൊക്കെ ആവാതെ. വേസ്റ്റ് ടു ബി ഗാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. എന്താ പറയാ, ലീക്ക് ആവാത്ത പാത്രങ്ങളിൽ വേണം ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന വഴി മുഴുവനും ഇത് വീഴും. It should be clear for disposal when 3/4 full. എപ്പോഴും ആ ഒരു കണ്ടെയ്നറിന്റെ ഒരു 3/4 ഭാഗം ആവുമ്പോൾ തന്നെ വേസ്റ്റ് അത് ഡിസ്പോസ് ചെയ്യണം, നിറയാൻ നോക്കിയിരിക്കരുത്. 3/4 ഭാഗം ആവുമ്പോൾ തന്നെ ആ കണ്ടെയ്നറിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. It should be separated into infectious and non-infectious waste. ഈ വേസ്റ്റ് ഇൻഫെക്ഷൻ ആകുന്ന വേസ്റ്റ് ഉണ്ടാവും, ഇൻഫെക്ഷൻ ആകാത്ത വേസ്റ്റ് ഉണ്ടാവും, അപ്പൊ ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യണം. Disinfect with bleaching mixture followed by washing and autoclave. ഈ ഡിസിൻഫെക്ട് ചെയ്യണം ഇതിനെല്ലാം ബ്ലീച്ചിങ് മിക്സ്ചർ വെച്ചിട്ടും, അതുപോലെ തന്നെ വാഷിംഗ്, ധാരാളം വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യണം, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് ബി ഫോളോ. ബയോമെഡിക്കൽ വേസ്റ്റ് അത് മാനേജ് ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പം അതിന്റെ പ്രൊസീജിയർ ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള വേസ്റ്റ് അതിനനുസരിച്ച് തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ വരുന്നത് ന്യൂ ബോൺ കെയർ. ബേബി ഉണ്ടാവുകയാണല്ലോ ലേബർ റൂമിൽ, അപ്പൊ അതിന്റെ കെയർ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് നെക്സ്റ്റ് വരുന്നത്. കുറെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം. ഈ ഇത്രയും എടുത്തതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? ബോൺ കെയർ തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് തീരാറായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വായിച്ചാൽ മനസ്സിലാവുന്നല്ലേ? ലേബർ റൂം എങ്ങനെയായിരിക്കണം, പിന്നെ ലേബർ റൂമിലെ സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന പ്രത്യേകം പ്രോട്ടോകോൾസും ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസും എല്ലാം എങ്ങനെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പലരുടെ ലൈഫ് റിസ്കിലാവും, സ്റ്റാഫ് ഉൾപ്പെടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ റിസ്ക് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് പഠിക്കാൻ. അടുത്ത നമ്മൾ കുഞ്ഞിന്റെ കെയർ ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ബർത്തിങ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ലേബർ റൂം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാട്ടോ, ബർത്തിങ് യൂണിറ്റ് ലേബർ റൂമിന്റെ വേറൊരു ഓൾസോ നോൺ ആസ് ബർത്തിങ് യൂണിറ്റ്. പിന്നെ ലേബർ റൂം എവിടെയായിരിക്കണം? LDR എന്ന് പറയുന്ന ലേബർ ഡെലിവറി റിക്കവറി, അതാണ് ലേബർ നടക്കുക. ലേബർ പെയിൻ ആയിട്ട് വരുന്ന പേഷ്യന്റിനെ കേട്ടുന്നു, ഡെലിവറി നടക്കുന്നു, അതിനുശേഷം പേഷ്യന്റ് റിക്കവറി. ചില ഹോസ്പിറ്റലിൽ LDRന് പകരം LDRP എന്ന് പറയും അല്ലെ. അത് P എന്താണ്? പോസ്റ്റ് പാർട്ടം, ഡെലിവറിക്ക് ശേഷം പലപ്പോഴും ഡിപ്രഷൻ സ്റ്റേജിലേക്കും ഫ്രസ്ട്രേറ്റഡ് സ്റ്റേജിലേക്കും അമ്മ പോകും. ചില സമയത്ത് കുഞ്ഞ് ഡെത്ത് ആവുകയാണെങ്കിൽ അവര് ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോഴവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കുന്നത് കൂടെ വെച്ചിട്ടാണ് ചില ഹോസ്പിറ്റലുകൾ അത് LDRP എന്ന് പറയുന്നത്, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പോർട്ടം എന്ന് പറയുന്നത്. അതൊക്കെ
ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണതും നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും ഒരു ഐസൊലേറ്റഡ്, അതായത് കുറച്ച് ദൂരെ മാറിയിട്ട് വളരെ ശാന്തമായ സ്ഥലത്തായിരിക്കണം ലേബർ റൂം. പക്ഷേ എല്ലായിടത്തേക്കും ആക്സസിബിൾ, റീച്ചബിൾ ആയിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്കും മെയിൻ എൻട്രൻസിലേക്കും. അല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുവന്ന് ലേബർ റൂം എത്തിക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മെയിൻ എൻട്രൻസുമായിട്ടും ലിഫ്റ്റുമായിട്ടും എല്ലാം ആക്സസിബിൾ, പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ ലേബർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ലാർജ് സൈസ് ആയിരിക്കണം, വാതില് നല്ല വലുതായിരിക്കണം, പിന്നെ ആവശ്യത്തിന് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം, സ്റ്റെറിലൈസ്ഡ് സപ്ലൈസ് എല്ലാം സൂക്ഷിക്കാൻ പറ്റണം, കോമൺ സപ്ലൈസും എല്ലാം നിറയെ ഉണ്ടായിരിക്കണം. ആവശ്യത്തിനുള്ള എമർജൻസിക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ 3 സോണായിട്ടാണ് നമ്മൾ LDR, ലേബർ ഡെലിവറി റിക്കവറി റൂമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സോൺസ് ആയിട്ടാണ്. ഒന്ന് അൺസ്റ്റെറൈൽ സോൺ, ഒന്നുമില്ല വെയിറ്റിംഗ് ഏരിയ ആണ് അവിടെ മെയിൻ ആയിട്ട്. പിന്നെ പബ്ലിക് യൂസ് ചെയ്യുന്ന ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, പ്രൊട്ടക്റ്റീവ് സോൺ, ലേബറിന് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്, ചേഞ്ചിങ് റൂം പ്രൊസീജിയർ ചെയ്യുന്നത്, പിന്നെ മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാഫിന്റെ ഡ്യൂട്ടി റൂം. ഡെലിവറി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രബ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, കൈകൾ നല്ലപോലെ കഴുകാനൊക്കെ പറ്റുന്ന സ്ക്രബ് സ്റ്റേഷൻ, വലിയ സിങ്ക് ആയിരിക്കും അവിടെ. പിന്നെ അവിടെ ഡെലിവറി റൂം, പിന്നെ ക്ലീൻ സപ്ലൈ റൂം എല്ലാം അവിടെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഡോക്ടർ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഇതിന് ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങളുടെ എന്തൊക്കെയോ പരീക്ഷ കഴിഞ്ഞതൊക്കെ എളുപ്പമായിരുന്നോ? മൊഡ്യൂൾ 2 അല്ലേ നമ്മളൊരു എക്സാം പോലെ നടത്തിയത്? മൊഡ്യൂൾ 3 ഉം 4 അല്ലേ? 3 ഉം 4 ആയിരുന്നു സർ. അതിപ്പായിരുന്നു. കുഴപ്പമില്ലായിരുന്നു സർ, കുഴപ്പമില്ലായിരുന്നു. ഫൈനൽ എക്സാം കഴിഞ്ഞല്ലോ ഫസ്റ്റ് ബാച്ചിന്റെ. അവരുടെ ഫൈനൽ എക്സാം കഴിഞ്ഞു. അവർ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ആയിരുന്നു, കുറെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു സ്മിത ചേച്ചി. കുറെ കൺഫ്യൂഷൻ വന്നു, ചില ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് പോലെ മനസ്സിലാവാതെ വന്നെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, ചിലത് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, എവിടെ നിന്നത് വന്നു